ഹലോ, വെൽക്കം ബാക്ക്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ചൂട് ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്തായാലും പഴംപൊരി ഉണ്ടാക്കാം, ഇത്ര നല്ല മഴയൊക്കെ ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുവാന്ന്. അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ്. പക്ഷേ ഞാൻ ചായ കുടിക്കാത്ത ഒരാളായതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പോൾ അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ നല്ല ചൂടായിട്ടുള്ളത് തന്നെ കുടിക്കണം അങ്ങനെയൊന്നുമില്ല. മഴയാണെങ്കിലും കുഴപ്പമില്ല, തണുത്തത് കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അവക്കാഡോ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടൊന്നുമല്ല, പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കണമല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് പിടിക്കില്ല. ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമുക്ക് ചായക്കുള്ള കടിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ലോ, ആര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും വേറെ ആർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം, അങ്ങനെയല്ലേ. ഈ ഡയലോഗ്സിന് ഇവിടെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഞാനായിട്ട് തിരിച്ചെടുക്കുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, ഇറാഷ് കുറേ നേരമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് അവൻ്റെ കൂടെ കളിക്കാൻ പോകണം. ഇപ്പോൾ ഇറാഷിൻ്റെ കണ്ണിൽ വീട്ടിലുള്ള ആൾക്കാരാണ് വലിയ പ്ലേയേഴ്സ്. കാരണം അവന് കളിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയല്ലേ കൂടെ കളിക്കേണ്ടത്. നമ്മൾ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര ഹാപ്പിയാവും. നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് അച്ചാറിടാൻ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ ഇതിൻ്റെ പിക്കലൊന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ പിക്കലായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതെന്തായാലും കണ്ടപ്പോൾ വാങ്ങി. അങ്ങനെ ഒരു 2-3 days ആയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ക്യാരറ്റൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഡയറക്ഷൻസ് ഒക്കെ എടുത്തിട്ട് ഞാനാണ് ആദ്യമായിട്ട് പിക്കിൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ പിക്കിൾ ഉണ്ടാക്കിയിട്ടില്ല, ഏതൊരു പിക്കിളും ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ ആൾ ഉമ്മയാണ്, പക്ഷെ ഉമ്മാനെ അസിസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. എന്നാലും ക്രെഡിറ്റ് മൊത്തം എനിക്കാണ്, ഉമ്മക്കൊന്നുമില്ല. എന്തൊക്കെ നമ്മൾ പുറത്തു നിന്ന് കഴിച്ചാലും ആരൊക്കെ ഉണ്ടാക്കി തന്നാലും ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ഭയങ്കര ഒരു ടേസ്റ്റ് അല്ലേ. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഉമ്മാൻ്റെ ടേസ്റ്റൊന്നും നമ്മുടെ ഫുഡിന് വരില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ഫുഡിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ നമ്മളത് ചെയ്യോ ഇല്ല. കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ കൂടുതൽ ആൾക്കാർ ചെയ്യാറില്ല. ഉമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള ആര് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർക്ക് വേറൊന്നും വേണ്ട, അതാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ പിക്കിൾ റെഡി ആയിട്ടുണ്ടോ? ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെക്കണം. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനല്ല ടേസ്റ്റ്. ഇട്ടപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് കാണുമ്പോൾ നല്ല രസമില്ലേ? രസമല്ല, ഇത് കാണുമ്പോൾ എന്തോ കഴിക്കാൻ തോന്നുക. അങ്ങനെ പഴയ ഹോർലിക്സും പഴയ പിക്കിളിൻ്റെ ബോട്ടിലൊക്കെ എഗെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇത് ശരിക്കും ഗ്ലാസിൻ്റെ ജാറിലാണ് തോന്നുന്നു സൂക്ഷിച്ച് വെക്കുന്നത് നല്ലത്. മറ്റേ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ ഒരുപാട് കാലം അങ്ങനെ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും എനിക്കറിയില്ല കേട്ടോ, ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടിട്ട് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാനെടുത്ത സ്പൂണ് കുറച്ച് വലുതായിപ്പോയി, ഇത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അങ്കിളിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. വാപ്പാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അവർ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയതുപോലെയായി. നല്ല വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇറാഷിന് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ പോയപ്പോൾ. കസിൻ്റെ ബേബിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കസിൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ക്യൂട്ട് മെഹസ ബേബിയാണ് ഇറാഷിനെ ആട്ടിക്കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇൻഷാ അല്ലാ എന്തായാലും പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.